ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. വീട്ടിൽ ഞാനും മമ്മിയും ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു തരാൻ ചോദിച്ചു. കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ കുറച്ച് വൈകിയൊക്കെയാണ് കേട്ടോ എണീക്കുന്നത്. നേരത്തെ എണീക്കുന്ന പതിവൊന്നുമില്ല. അപ്പോൾ രാവിലെ എണീച്ച പാടെ തന്നെ മുടിയൊക്കെ ഒന്ന് വെറുതെ കെട്ടി വെച്ചു. ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആവാമെന്നൊക്കെ വിചാരിച്ച് ബാത്റൂമിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നേരെ ചെന്നത് അടുക്കളയിലായിട്ടാണ് കേട്ടോ. ഇന്നെന്ന് വെച്ചാൽ കാണിക്കാൻ മാത്രം വലിയ പ്രത്യേകം പണികളും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ ഒരു പണി അങ്ങനെ എടുക്കാറില്ല. തലേ ദിവസം രാത്രി അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടതാണെങ്കിൽ പിറ്റേത്തെ ദിവസം രാവിലത്തേക്ക് അടിച്ചു വരാനും തുടയ്ക്കാനൊന്നും ഉണ്ടാവില്ല. ചവിട്ടിക്കയറാനൊന്നും ആരില്ലാത്തതുകൊണ്ട് അധികം ഒന്നും പണി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലെത്തിയപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കച്ചറ ഉണ്ടാക്കുന്ന പൂച്ചേനെയാണ് കേട്ടോ ഈ കാണുന്നത്. ഫുള്ള് കച്ചറയാണ്. ഏത് നേരവും കരഞ്ഞുകൊണ്ട് പുറകെ നടക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ പൂച്ച ഉണ്ടെങ്കിൽ നമുക്കൊരു രസമാണ് കേട്ടോ. അപ്പോൾ മമ്മി ഓരോ പീസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മിണ്ടാണ്ടിരുന്ന് അത് കഴിച്ചിട്ടൊക്കെ പോകുന്നു കേട്ടോ. പിന്നെ മമ്മി ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണ്ട്. രാവിലെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇടിയപ്പവും ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. എനിക്കിപ്പോൾ എന്തോ ചെറുപയർ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബാക്കി ചെറുപയർ കറിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്യാമെന്നും പറഞ്ഞാൽ അടുക്കളയിലേക്ക് കയറിയതാണ്. പക്ഷേ കൂടുതലായിട്ട് ഈ മമ്മി വെക്കുന്ന പോലെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ എന്നാൽ മമ്മി പറഞ്ഞു തരുന്ന പോലെ തേങ്ങ അരയ്ക്കാണ്ടുള്ള ചെറുപയർ കറി വെച്ചേട്ടോ. പക്ഷേ തേങ്ങ അരച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും മമ്മിയും കൂടി ഇടിയപ്പം കഴിക്കാമെന്നും പറഞ്ഞ് ഇരുന്നു. അപ്പോൾ മമ്മിക്കുള്ളതും വിളമ്പിയിട്ടുണ്ട്, എനിക്കുള്ളതും വിളമ്പി. എനിക്ക് ഈ കട്ടൻ ചായയും കൂടെ കുടിക്കുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് ടി വി പിന്നെ നിർബന്ധമാണ്. ചായ കുടിക്കുമ്പോൾ ചോറും നമ്മളൊക്കെ ടി വി എനിക്ക് ഓണാക്കി വെക്കണം. ചിലപ്പോൾ നമ്മൾ കാണുന്നില്ല, ചിലപ്പോൾ നമ്മൾ വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമായിരിക്കും. എന്നാലും ടി വിൻ്റെ സൗണ്ട് അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ട്. കുളിച്ച് നല്ലപോലെ ഫ്രഷൊക്കെ ആയി ഒന്ന് വന്നു കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ അടിയൊക്കെ നല്ലപോലെ കറുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുഖത്ത് എന്തെങ്കിലും ഒരു ക്രീമൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ മുഖത്തൊരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒരു ബോഡി ലോഷനൊക്കെ കയ്യിലും കാലിലും ഒക്കെ തൂത്ത് അത് കഴിഞ്ഞ് ഒരു പൊട്ടൊക്കെ കുത്തി അതിൻ്റെ ഒരു ഷോയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോൾ എന്താ അത്രമാത്രം കാണിക്കാനുള്ളതെന്ന്. പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് കേട്ടോ. പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഉച്ചത്തേക്ക് ഇച്ചിരി ചിക്കൻ പൊരിച്ചതും ഒരു ചിക്കൻ കറിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. പിന്നെ എന്താ ഞാനിവിടെ വെറുതെ തണുത്തിട്ട് കിടക്കുകയാണ്. അപ്പം മമ്മി ഏതാണ്ട് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ചോറ് തിന്നു. ചോറിന് ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിച്ചപ്പോഴും ഞങ്ങൾ ടി വി ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലൊന്ന് കറണ്ട് പോയതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നോക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മമ്മീനോടൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ വന്ന് കുറച്ച് നേരം അങ്ങ് കിടന്ന് ഒരു സിനിമ ഉണ്ടായിരുന്നു. ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ കിടന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും എണീച്ചു കേട്ടോ. അപ്പോൾ നല്ല മഴ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര മടിയാണ്. നല്ല അട്ടയുണ്ട്. അത് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സാധനം അട്ട. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങൽ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഇച്ചിരി മഴയൊക്കെ തോർന്നപ്പോൾ ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി വീടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് പൂമ്പാറ്റേനെയും ഒക്കെ കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ പൂമ്പാറ്റയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അതങ്ങനെ പറക്കണില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ മമ്മി ഇറങ്ങി പോകുന്നത് എങ്ങോട്ടാകുമ്പോൾ അവിടെ ഒരു വീടിൻ്റെ ഒരു ചെറിയൊരു തല കാണുന്നുണ്ട്. ആ ചേച്ചീനോട് വർത്താനം പറയാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് നല്ല വിശന്നു. ഞാൻ ഇടിയപ്പം ചിക്കൻ കറി എടുത്ത് കഴിച്ചു. ടി വി മെയിനാണ്, അതുകൊണ്ട് ടി വിയും കുറച്ച് നേരം ഇരുന്നുണ്ട്. പിന്നെ രാത്രി ആയപ്പോഴേക്കും അടുത്ത വീട്ടിൽ നിന്ന് താത്ത എനിക്ക് നെയ്ച്ചോറ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു കിട്ടും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പരിപാടി ഉറക്കാണ് കേട്ടോ. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ വെച്ചു. അപ്പോൾ ഓക്കെ, ബൈ.